ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ റാണിയക്ക അഥവാ റാണി പി സദാശിവം ഇവര് തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന ചാനലിലെ ദീപ്തി ടീച്ചർ ഒരുപാട് പേര് ടീച്ചറെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കല്യാണ വീഡിയോ കണ്ടപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ടീച്ചറെ ഇഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് പേര് ടീച്ചറോട് എതിർപ്പുള്ള ആളുകളുമുണ്ടെന്ന് മനസ്സിലായി. കാരണം ആ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ വരുന്ന ഏതൊരു ചാനലിന്റെയും താഴെ വരുന്ന കമന്റുകളിൽ സമ്മിശ്ര കമന്റാണ്. മെജോറിറ്റി ആൾക്കാരും ടീച്ചറെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു എന്ന രീതിയിൽ കമന്റ് ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ടീച്ചർ അഹങ്കാരിയാണ്, ടീച്ചർ എല്ലാം തള്ളുകളാണ് പറയുന്നത് എന്ന രീതിയിൽ കമന്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ. അങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് ടീച്ചറുടെ കമന്റ് ബോക്സ്, അല്ലെങ്കിൽ ടീച്ചറെ സംബന്ധിക്കുന്ന ഈ കല്യാണ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോകളുടെയും കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ റാണിയക്ക അഥവാ റാണി പി സദാശിവം ഇവര് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ആളൊന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും, കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കാണുന്നില്ല, അപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത മറ്റൊരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ അവരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോശപ്പെട്ട കമന്റ് ഒന്നുമല്ല. ഫാമിലി വ്ളോഗേഴ്സിനെ കുറിച്ചാണ്. അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് കാണിക്കുന്നു, അതിന്റെ പേരിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് ഒരു മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: അവർക്ക് വീഡിയോ ഇടാനുള്ള റൈറ്റ് ഉള്ളതുപോലെ തന്നെ നമുക്ക് കാണാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ എന്നൊരു കമന്റ് ഞാൻ മറുപടി ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ദീപ്തി ടീച്ചറുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളുടെ ഒക്കെ താഴെ ഈ റാണിയൊക്കെ വന്നിട്ട് കമന്റ് ചെയ്തേക്കാണ്. കമന്റ് എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കമന്റുകളാണ്. ഞാൻ ആ കമന്റുകളൊന്ന് വായിക്കാം. എന്തെങ്കിലും ആവട്ടെ, ഈ കല്യാണമെങ്കിലും 6 മാസം തികച്ചുകൊണ്ട് നടന്നാൽ മതിയായിരുന്നു. അവളുടെ അടിമയായിട്ട് ചെറുക്കൻ നടന്നോളൂ. അവനൊരു ബമ്പർ ചാൻസ് കിട്ടിയത് കൊണ്ട് അവന്റെ വീട്ടുകാർ വല്ലതും പറഞ്ഞാൽ പിറ്റേ ദിവസം അവൾ അവനെ തല്ലിയിട്ട് പറയും, നിന്റെ വീട്ടുകാരെയും തല്ലും നാട്ടുകാരെയും തല്ലുമെന്ന്. ഇങ്ങനെയും അവതാരങ്ങളുണ്ടല്ലോ. ഭൂമിയിൽ പെൺപിള്ളാരായി അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു ജീവിതം നന്നായിട്ട് പോകും, അല്ലെങ്കിൽ പിന്നെയും വീട്ടിൽ വന്ന് നിൽക്കാം. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. അവളുടെ ഒരു പൊങ്ങച്ചങ്ങൾ പറയുന്നു. മാനമര്യാദയായി കുടുംബം നോക്കി ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വിലയുള്ളടി. ഇതാണ് അവരുടെ കമന്റ്. നേരാവണ്ണ അക്ഷരാഭ്യാസം ഇല്ലെന്നോ പോട്ടെ, ഒരു എസ്സേ ആണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു എസ്സേ അല്ല, മിക്കവാറും ചാനലുകളുടെ എല്ലാം അടിയിൽ പോയിട്ട് ഇവർ ഈ കമന്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ കമന്റുകൾ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോകുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഗാന്ധാ ജാമിന്റെ പരസ്യവാചകമാണ്. വേർ എവർ യു ഗോ ഐ ആം ദെയർ. ഇതാണ് ആ വാചകം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വന്ദനം സിനിമയിൽ ലാലേട്ടൻ പറയുന്ന ആ ഒരു ഡയലോഗ്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചാൽ, എവിടെയൊക്കെ ദീപ്തി ടീച്ചർ ഉണ്ടോ അവിടെയെല്ലാം റാണിയക്കനും ഉണ്ട്. മുൻപ് നമ്മൾ മറ്റൊരു ഫാമിലി വ്ളോഗറുടെ വീഡിയോയുടെ താഴെയും ഇവരുടെ കമന്റുകൾ കണ്ടിട്ടുണ്ട്, അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കല്യാണമാണ് നടന്നത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, ഈ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് ടീച്ചറെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ കല്യാണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബ് ചാനലുകാരോ അല്ലെങ്കിൽ മറ്റ് വ്ളോഗേഴ്സോ ഒക്കെ അത് വീഡിയോ ഷൂട്ട് ചെയ്യും, അത് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഇത്രയും മോശപ്പെട്ട കമന്റ് ഇടാൻ, ഇത്രയും കമന്റോട് തീർന്നിട്ടില്ല. പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ല, 2 വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ. പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല. പാവം, നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാണ്. പാവങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയരുത്. അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ. ഇനി രണ്ടാമത്തേവൻ കള്ളു കുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത്. ഏത് കുടിക്കാത്തവനായാലും ഇവളുടെ സ്വഭാവത്തിന് 6 മാസം തികച്ച നിർത്തുന്ന ദൈവത്തിനറിയാം. എഴുതാൻ അറിയില്ല, അതാണ് സംഭവം. നിർത്തുന്ന ദൈവത്തിനറിയാം. എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ലായിരിക്കില്ല. ലോട്ടറി അടിച്ചതല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. നാട്ടുകാർ അവിഹിതമില്ലെന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടയ്ക്കുക. ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ. പിന്നെ നട്ടലില്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല. അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവൾക്കറിയാം. എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ശരിക്കും റാണിയക്കൻ്റെ കെട്ടിയോന് നട്ടലില്ലാത്തത് കൊണ്ടാണ് റാണിയൊക്കെ ഇങ്ങനെ ഓരോ കമന്റ് ബോക്സുകളിലും പോയിട്ട് ഇങ്ങനെ എഴുതി മെഴുകുന്നത്. പുച്ഛം മാത്രം തോന്നുന്നു. നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിൽ ഞാൻ വളരെ മാന്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി, ഇതൊക്കെ ഒന്ന് നിർത്തി, നിങ്ങൾക്കൊരു മകളല്ലേ ഉള്ളത്, വെറുതെ ഇങ്ങനെയുള്ള കമന്റുകൾ ചെയ്ത് എന്തിനാ മറ്റുള്ളവരുടെ ബ്രാക്ക് കേൾക്കുന്നത്, നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ച് വളരെ മാന്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് മാന്യതയൊന്നും അർഹിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനൊരു കല്യാണ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇമാതിരി അപരാധം എഴുതുമോ? തൊലിക്കട്ടി, ചെറിയ തൊലിക്കട്ടി എന്നല്ല, ഇമാതിരി തൊലിക്കട്ടി കാണ്ടാമൃഗത്തിന് പോലും ഉണ്ടാവില്ല. അതിനേക്കാളും തൊലിക്കട്ടി കൂടുതലാണ്. പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അവരൊരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവരുടെ 1ാം കല്യാണം ആയിക്കോട്ടെ, അവരുടെ 2ാം കല്യാണം ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടമാണ്. 10 കല്യാണം കഴിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ. നിങ്ങളുടെ ചെലവിനൊന്നും അല്ല അവർ ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരം വാക്കുകൾ വന്ന് എഴുതി മെഴുകി? അതും അക്ഷരത്തെറ്റാണെങ്കിൽ അങ്ങ് അറ്റ അക്ഷരത്തെറ്റ്. ഇതാണ് പഠിക്കാൻ വിടുമ്പോൾ പഠിക്കാൻ പോകില്ല. അപ്പോൾ വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, ഒരു മണ്ണാങ്കട്ട ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. സ്വന്തം വീട്ടുകാരെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കുറിച്ചെങ്കിലും ഒരു ചിന്ത അതുണ്ടെങ്കിൽ ഇമാതിരി പ്രാക്ക് കേൾക്കുന്ന പരിപാടി ചെയ്ത് വെക്കില്ല.
നിങ്ങളെ എങ്ങനെ ശിക്ഷിച്ചാലും മതിയാവുമെന്ന് എനിക്കറിയില്ല. വീട്ടിൽ കയറിയ ആൾക്കാർ വന്നു, എന്നിട്ട് നിങ്ങൾ നിർത്തുന്നില്ല. ഇതുപോലത്തെ ജന്മങ്ങൾ ഈ നാട്ടിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ശരിക്കും അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കേണ്ടി വന്നതോർത്ത് ലജ്ജിക്കുകയാണ്. ഉഫ്, അപ്പാര തൊലിക്കട്ടി പറയാണ്ടിരിക്കാൻ വയ്യ. എൻ്റെ പൊന്ന് റാണി അക്ക, ഞാൻ അന്ന് വിളിച്ചത് റാണി ചേച്ചി എന്നായിരുന്നു. ഇപ്പം ഞാൻ റാണി അക്ക എന്ന് തന്നെ വിളിക്കുന്നു. നിങ്ങൾക്ക് ആ വിളി കേൾക്കാൻ അർഹതയുള്ളൂ. അമ്മാതിരി വൃത്തികേടുകളാണ് നിങ്ങൾ പറയുന്നത്. ഇവരുടെ ഹസ്ബൻഡിന് ഇപ്പോൾ ഈ കല്യാണം കഴിച്ച ആ ചെറുപ്പക്കാരന് നട്ടലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പോയി അളന്ന് നോക്കിയോ? ഇതിനൊക്കെ നല്ല വാക്കുകളാണ് പുറത്തേക്ക് വരേണ്ടത്. പക്ഷേ എൻ്റെ സംസ്കാരം അതിന് അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഇമാതിരി ദുരന്തങ്ങളാണല്ലോ ഇതൊക്കെ. സുനാമിയിലും പോകുന്നില്ല, ഫ്ലഡിലും പോകുന്നില്ല, കൊറോണയിലും പോകുന്നില്ല, ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്, ആർക്കും ഉപകാരമില്ലാതെ. എന്തായാലും എനിക്ക് ദീപ്തി ടീച്ചർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവർക്കെതിരെ നിയമപരമായിട്ട് തന്നെ നിയമപരമായിട്ട് നീങ്ങേണ്ട വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോലീസുകാർ എന്താണ് ഇപ്പോൾ VRL ഫാമിലി അവരോട് ഞാൻ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ വീട്ടിൽ പോയിട്ട് ആ കുഞ്ഞിനോട് സംസാരിച്ചതിൻ്റെ പേരിൽ ഇവരില്ലാത്ത സമയത്ത് കുഞ്ഞിനോട് സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, പക്ഷെ അവർ ചെയ്തതിൽ ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ നമ്മൾ ഈ കേസിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പക്ഷേ ഇവരെ വെറുതെ വിടാൻ പാടില്ലെന്ന് എനിക്ക് എൻ്റെ അഭിപ്രായം. എന്നാൽ പോലീസുകാർ എന്ത് ചെയ്യാനോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സ്ത്രീയാണ്, പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റില്ല. പക്ഷെ മനസ്സിലാവാത്ത ആൾക്കാരോട് എന്ത് പറയാനാ? ഈ നായയുടെ വാല് 12 കാലവും കുഴലിട്ടാലും അത് നിവരില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ടീമുകളോട് എന്ത് പറയാൻ? ഒന്നും പറയാനില്ല. നന്നാവത്തില്ല എന്ന് എന്തായാലും മനസ്സിലായി. അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി പോട്ടെന്ന് പറഞ്ഞ് അടിച്ചു വിടുക, അത്ര തന്നെ, വേറെ നിവൃത്തിയില്ല. ദീപ്തി ടീച്ചർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടീച്ചർ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും, അതിപ്പോൾ നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല ഇവരുടെ വീട്ടിൽ പോകാനാണെങ്കിൽ അങ്ങനെ, എന്തിനും വ്യക്തിപരമായിട്ട് എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അതിന് യാതൊരു സംശയം വേണ്ട. കാരണം ഇമാതിരി ദുരന്തങ്ങൾ വച്ച് പൊറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റായിട്ട് എഴുതുക. താങ്ക് യു.